എവിടുന്നാ വന്ന രണ്ട് തെണ്ടികളെ പേടിച്ച് നമ്മൾ ഇവിടെ ജീവിക്കാനോ? ആ ഡ്രൈവർ കൃഷ്ണൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ തന്നെ അവനെ ഒന്ന് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. ഇപ്പോ അവനൊരു കൂട്ടുകാരൻ കൂടിയായി. ഈ രാത്രി തന്നെ പുലിക്കണ്ണൻ ആരാണെന്ന് അവനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് തീപിടിച്ചത്? എനിക്കറിയില്ല. ഗീത എത്തിയതുകൊണ്ട് വെന്ത് മരിക്കാതെ രക്ഷപ്പെട്ടു. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഗീതേ, വീട് കത്തിയത് എങ്ങനെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. വല്ല ദ്രോഹികളും തീവച്ചതായിരിക്കും ചേട്ടാ. തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാമല്ലോ. അത് പറ്റില്ല. ആ വീട് വീണ്ടും കെട്ടി അവിടെ തന്നെ താമസിക്കണം. ഞാനിതാ വരുന്നു. മോളെ, എന്താ മോളെ പുറത്തൊരു ബഹളം? അമ്മേ, അമ്മേ, കൃഷ്ണേട്ടന്റെ വീട് തീ പിടിച്ചോമ്മേ. എങ്ങനെ? അത് അന്വേഷിക്കാൻ കൃഷ്ണേട്ടൻ പോയിട്ടുണ്ട്. ചേട്ടാ, ഇതെന്റെ അമ്മയാ. അമ്മേ, ഈ ചേട്ടന അമ്മ ആ തെമ്മാടികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. അതെയോ? മോനെ കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കില്ലാതെ പോയി. മോനെ, മോന്റെ പേരെന്താ? മോനെന്താ മിണ്ടാത്തെ? എന്റെ പേര് രാമൻകുട്ടി. ആട്ടെ, അമ്മയുടെ നാടെവിടാ? അതിതുവരെ ഞാൻ ആരോടും പറയാത്ത കാര്യമാണ്. എന്റെ മകളോട് പോലും. ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചതുകൊണ്ട് സ്വന്തം നാടും വീടുമൊക്കെ വിടേണ്ടി വന്നു. ഇവൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഇവളുടെ അച്ഛൻ മരിച്ചു. എന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ബന്ധുക്കളായിട്ട് വേറെ ആരുമില്ലേ? എന്നെപ്പോലൊരു ചേട്ടത്തി എനിക്കുണ്ടായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ കഥകളൊന്നും എനിക്കറിയില്ല. അവർക്ക് മക്കളൊന്നുമില്ലേ? 2 കുട്ടികളുള്ളതായിട്ടാണ് അറിവ്. ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മയുടെ ചേച്ചി അറിയൂ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. ഇനി ചേട്ടൻ കിടക്കൂ, ഞാൻ പോയി വല്ലതും കഴിക്കാൻ കൊണ്ടുവരാം. ഇതെന്റെ അമ്മയുടെ അനുജത്തിയും മകളുമാണ്. ഗീത എന്റെ അനുജത്തിയാണ്. പക്ഷെ എന്റെ ഇന്നത്തെ ഈ സ്ഥിതിക്ക് ഞാനത് അവരോട് എങ്ങനെ പറയും? ഒരു സന്ദർഭം വരട്ടെ. സരളെ, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ അമ്മണിയമ്മയായിട്ട് ഇണങ്ങി നിന്നാലേ പറ്റൂ. ഈ നശിച്ച ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഇന്ന് നോക്ക്, നിന്നെപ്പോലുള്ള പെൺകുട്ടികളാണ് ഞങ്ങൾ. ഓരോ വിധത്തിൽ ഇവിടെ വന്ന് അകപ്പെട്ടു പോയതാണ്. ഇനി ഞങ്ങൾക്ക് എങ്ങും പോകേണ്ടതില്ല. പക്ഷേ നീ ഒരുവളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് എങ്ങനെയും എന്റെ ചേട്ടനെ കണ്ടുപിടിക്കണം. അത് നടക്കണമെങ്കിൽ നീ എല്ലാവരോടും സ്നേഹം ഭാവിച്ചു നിൽക്കണം. സന്ദർഭം വരുമ്പോൾ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. നിന്റെ ഈ സ്വഭാവം എല്ലാം മാറ്റി ആടാനും പാടാനും തുടങ്ങണം. സരളെ, അഭിനന്ദനങ്ങൾ. നിനക്ക് ഇത്രയും മാറ്റം വന്നതിൽ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങേക്ക് വേണ്ടിയാണ്.
വെരി ഗുഡ് വെരി ഗുഡ്. സരളെ 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 അമ്മയമ്മേ അയ്യോ സരളയ്ക്ക് പെട്ടെന്നൊരു ബോധം. ഇതെങ്ങനെ സംഭവിച്ചു സാർ? സാർ അവൾക്ക് കൂടെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. ഹിസ്റ്ററി ആയിരിക്കും. ചേച്ചി അവൾ ആഹാരം കഴിച്ചിട്ട് 2-3 ദിവസമായി. നിങ്ങളെന്താ ഇക്കാര്യം എന്നോട് നേരത്തെ പറയാഞ്ഞത്? സാരമില്ല, ഇന്നത്തേക്ക് അവൾ വിശ്രമിക്കട്ടെ. എനിക്കെല്ലാം അവിടുത്തെ സന്തോഷം മാത്രമാണ്. എത്ര രൂപ ചെലവായാലും സരളയെ എനിക്ക് വേണ്ടി ഇവിടെ താമസിപ്പിക്കണം. അങ്ങയുടെ ഇഷ്ടം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. മാധ, ഞാനും വരും കാട്ടിലേക്ക്. നീ വരണ്ട. എടി കുലടേ, എന്റെ കാമപഞ്ചരത്തിൽ കല്ലെറിഞ്ഞ ഘാതകി, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ ഞാൻ കുറെ ഞാൻ കൽപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അറവുള്ള മുതി പറോ. വില്ലൻ പ്രവേശിക്കുന്നു, വില്ലൻ പ്രവേശിക്കുന്നു. എടാ കുരങ്ങു വെച്ചപ്പാ, എന്നെ തല്ലി വിളിച്ചിട്ട് വലിയ കുരങ്ങനും കൊച്ചു കുരങ്ങനും കൂടി നടക്കാറല്ലേ? നിന്നെ ഞാൻ കാണിച്ചരാവിടാ. കിട്ടുന്നതിന് പാതി തുല്യമായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ സ്ഥലം ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും. അതെ, പേപ്പട്ടി കടിച്ച ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവാ. പേപ്പർ മരപ്പെട്ടി അടിച്ചാലും നിന്നെ ഞാൻ വിടില്ല. വിടില്ലേ? നിന്നെ നിന്റെ സഹോദരനെ ഞാൻ ഇന്ന് ഞാൻ കൊല്ലും. അവിടെ കിടന്ന് കൊല്ലടാ, കൊല്ലടാ. അവിടെ പുടിയടാ കാണിച്ചാ വംശം ഞാൻ നശിപ്പിക്കും. അല്ല, നാടാക്കാൻ ഞാൻ പൊളിക്കും. അവിടെ ഒരു സ്വകാര്യം പറയാം. സ്വകാര്യം പിന്നെ പറയാം. മറ്റന്നാ അവിടെ ഒരു സ്വകാര്യം പറയാം. എപ്പോ പോകാം? നീ എഴുതി തന്നെ അതിന്റെ അപ്പന്റെ മൂക്കെടുക്കും. അപ്പം തന്നെയാ കടുപ്പിക്കുന്നത്. അതാ ലങ്ക നശിപ്പിച്ച് ആരാന്ന് അറിയോ? ഹനുമാൻ. പിന്നെ നിന്റെ നാടൊക്കെ ഇതുകൊണ്ട് ഞാൻ നശിപ്പിക്കണേ. നിന്നെ ഞാൻ ഒന്ന് കൊല്ലും. ഒന്ന് വേഗം പാടാ. പടക്കെ ഹൃദയമുണ്ട്. ആവോ, രക്ഷപ്പെട്ടതാ. കേറി പറഞ്ഞു കേറുണ്ട്. ആവോ, സൈബർ കാണുന്നില്ല. അയ്യോ, കുഴപ്പമില്ല. ഒന്ന് കടലിലേക്കാണ് ചാടിയത്. നിന്നെ ഞാൻ തപ്പി നടക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഞാൻ എടാ, എന്റെ അടുത്ത് കാശ് വാങ്ങിച്ച് എത്ര പ്രാവശ്യം നീ എന്നെ പറ്റിച്ചടാ? അയ്യോ പറയാ പറയാ. അയ്യോ, ഇടിക്കരുത്. അയ്യോ അയ്യോ അയ്യോ, എന്റെ അടുത്ത് വാങ്ങിച്ച കാശുകൾ എടുക്കും. എന്റെ പൊന്നെ ആശാനെ, ഞാൻ പറ്റിച്ചല്ല. നമുക്ക് 2 പേർക്കും കൂടി ഒരു അബദ്ധം പറ്റി. അബദ്ധം? നിന്നെ ഞാൻ കൊല്ലും. നീയാ? അയ്യോ, പച്ചൊത്തിരി രാമേന്ദ്രൻ പറഞ്ഞ ആരെന്ന് വിചാരിച്ചാൽ തേടി പിടിക്കാം. അയ്യോ, നീ എന്നെ പറ്റിക്കല്ലേ? ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ദ്രനല്ല ചന്ദ്രനല്ല അവന്റെ അപ്പനായാലും ശരി, ഞാൻ എങ്ങനെയും തേടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുതരാം. നോക്ക്, അതിന്റെ കാശൊക്കെ ചെലവിപ്പോയി. ഒരു ദിവസം എന്ത് ചെലവെന്നറിയാവോ? പൊന്നാശനെ, ഒരു കാര്യം, ഇതിലെന്തെങ്കിലും ഒരു ജോലി വന്നാൽ ഞാൻ എന്റെ ഫാമിലി ജീവിച്ചു പോകും. ഫാമിലി എന്നാൽ എന്റെ സിംഗം ബ്രദർ, ഞാൻ അങ്ങനെ കടപ്പെട്ടിക്കോളാം. പ്ലീസോ. ഞാൻ ഇത് വീടാണോ? വീട് ചോദിച്ചാലടി എന്താണ് ആശാൻ? അവിടെ നിനക്കൊരു കൂട്ടിന് വേണ്ടിയാ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. യവൻ എനിക്ക് കൂട്ടാം. നിനക്ക് ഇവനെ അറിയാവോ? എനിക്ക് സ്വന്തം വീട് ഈ കുരങ്ങിനെ കൊണ്ട് എന്റെ പോക്കറ്റ് അടുപ്പിച്ചാണ്. തന്നെ? അല്ല സാർ, ഞാൻ പറയാം എല്ലാം അടി നിർത്തിയത്. ഇത് നാട്ടുകാർ എന്നെ മാന്തി കൊന്നോളൂ. ഇവിടെ നിന്നാ കാറ് കഴുകണം, അത്യാവശ്യം വീട്ടുജോലി ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ സ്വന്തം വീട് വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഈ കുരങ്ങും പൊരങ്ങൊന്നും ഇവിടെ വേണ്ട. സാധ്യമല്ല സാർ, സാധ്യമല്ല. ഇത് കുരങ്ങല്ല സാർ. പിന്നെന്ത്, പോത്താണ്? കുരങ്ങാണ്, പക്ഷെ സാധാരണ കുരങ്ങല്ല. ഇത് ഞാൻ തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും സാർ.
ഞങ്ങൾ തമ്മിലുള്ള ബന്ധം രക്തബന്ധമാണ് സാറേ, രക്തബന്ധമാണ്. അമ്മേ നിർത്തി.